മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. വെട്ടുകാരനോട് കോടാലി വന്ന് വമ്പ് പറയുമോ? അറുക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ? ദണ്ണ് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമല്ലാത്തതിനെ ഉയർത്തുന്നത് പോലെയുമാണ് അത്. വ്യവസായ നഗരത്തിൽ നിന്നാണ് ജോണിയുടെ വിവാഹാലോചന മേരിക്കുട്ടിക്ക് വന്നത്. ജോണിയെ കണ്ടപ്പോൾ മേരിക്കുട്ടിക്കും ഇഷ്ടമായി. അയാളുടെ സുന്ദരമായ ദന്തനിരകളാണ് അവൾക്ക് ആകർഷകമായി തോന്നിയത്. പുകച്ചും വലിച്ചും മുറുക്കിയുമൊക്കെ യുവാക്കളുടെ പല്ലുകൾ കറുത്തും ചുമന്നുമൊക്കെ കാണുന്ന ഇക്കാലത്ത് ജോണിയുടെ തിളക്കമുള്ള പല്ലുകൾ അവളെ ആകർഷിച്ചു. അയാൾ ഇത്തരം ദുശ്ശീലങ്ങൾക്കൊന്നും വഴിപ്പെടുന്ന ആളല്ലെന്ന് ദന്തനിരകൾ കാണുന്ന ആർക്കും ബോധ്യപ്പെടും. പെണ്ണ് കാണാനെത്തിയ അന്ന് തന്നെ ജോണിയുടെ ആലോചന മതിയെന്ന് അവൾ തീർച്ചപ്പെടുത്തിയതും അതായിരിക്കും. എന്നാൽ മേരിക്കുട്ടിയുടെ നീണ്ട കാർകൂന്തലായിരുന്നു ജോണിയെ അവളിലേക്ക് ആകർഷിച്ച പ്രധാന ഘടകം. ഇന്നത്തെ കാലത്ത് ഏത് പെൺകുട്ടിക്കുണ്ട് ഇത്ര ആകർഷകമായ മുടിയിടകൾ? മേരിക്കുട്ടി തന്റെ ജീവിത പങ്കാളിയാകുന്നതോടെ അവളുടെ കാർകൂന്തൽ നാട്ടിലെങ്ങും ചർച്ചാ വിഷയമാകും. അവൾ തന്നെ തന്റെ വധുവെന്ന് ജോണിയും മനസ്സിലുറപ്പിച്ചു. അങ്ങനെ വിവാഹം സമങ്ങളും നടന്നു. അന്ന് രാത്രിയിൽ തിരക്കെല്ലാം ഒഴിഞ്ഞപ്പോൾ ദമ്പതിമാർ മുറിയിൽ തനിച്ചായി. ജോണി തന്റെ ആകർഷകമായ പല്ലുകൾ വായിൽ നിന്നും എടുത്ത് മേശപ്പുറത്ത് ഒതുക്കി വെക്കുന്നത് മേരിക്കുട്ടി അമ്പരപ്പോടെ കണ്ടു. അവൾ തന്റെ കാർക്കൂന്തൽ അഴിച്ച് അലമാരിയിൽ വെക്കുകയായിരുന്നു. അപ്പോൾ പട്ടാളക്കാരന്റെ ഹെയർ സ്റ്റൈൽ ഓർമ്മിപ്പിക്കുന്ന അവളുടെ രൂപം കണ്ട് ജോണിയും നടുങ്ങിത്തരിച്ചു. അന്യോന്യം കുറെ നേരം കുറ്റപ്പെടുത്തിയെങ്കിലും രണ്ടുപേരും പിന്നീട് തങ്ങളുടെ കുറവ് അംഗീകരിച്ചതോടെ ആ തർക്കം തീർന്നു. വിശുദ്ധ മദർ തെരേസ പറയുന്നുണ്ട്, ഏറ്റവും വലിയ തിന്മയെന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും ദയയുടെയും അഭാവമാണ്. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും.